ഗൈസ്, അപ്പൊ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ രണ്ടുപേരില്ല. അപ്പൊ രണ്ടുപേരുടെ വിയോഗമാണ്. നമ്മളെ കൂടെ അവര് എപ്പോഴും ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളിപ്പോ എല്ലായിടത്തും പോകുന്നത്, നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുപോണത്. നമ്മൾ ഇത്ര പെട്ടെന്നൊരു വിയോഗം വിചാരിച്ചില്ല. സന്തോഷിപ്പിക്കണ്ടേ? ഹരിയും അനന്തനുമാണ്, നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അവർ രണ്ടുപേരും നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അവര് രണ്ടുപേരുമായി ഒരു ശരീരമായി കഴിഞ്ഞ ആളാണ് നമ്മുടെ ദേവൻ, നമ്മുടെ കൂടെ ഇരിക്കുന്ന ദേവൻ. നമുക്ക് അത് ഇപ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അവര് പോയ കാര്യം. അനന്തന്റെ കാര്യത്തിൽ നമ്മൾ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ ഉണ്ടായി. നമ്മൾ ഇന്നോ നാളെയോ എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു. അനന്തൻ ആണിരോഗവും മൂലക്കുരുവും ആണിരോഗവും മൂലക്കുരുവും ഉണ്ടായിരുന്നു. എങ്കിൽ കൂടെ നമ്മൾ ഇത്ര നേരത്തെ ഉള്ളൊരു വിയോഗം പ്രതീക്ഷിച്ചില്ല. അതെ, അത് ശരിയാ. പിന്നെ ഹരിയുടെ കാര്യം പറയണെങ്കിൽ ഈ കാമുകിനെ കാണാൻ പോയതാ. വീട്ടില് മതില് ചാടിയപ്പോ സർവേ കല്ലുമ തല്ലിയടിച്ചാണ് മരിച്ചത്. നാട്ടുകാരൊക്കെ കൂടി പകുതി ജീവനുണ്ടായി, പിന്നെ നാട്ടുകാരൊക്കെ കൂടി തല്ലി ചതച്ച് നമ്മളെ ജീവനും പോയി. അപ്പൊ രണ്ടുപേരുടെ ഒരു വിയോഗത്തിലാണ് നമ്മൾ ഇന്ന് വ്ളോഗ് ചെയ്യുന്നത്. നമ്മൾ ഓരോ സ്ഥലത്തും പോകുമ്പോഴത്തേക്കും അവരുടെ മെമ്മറീസ് നമ്മൾ പറയും. അവര് പണ്ട് പോയ സ്ഥലത്തൊക്കെ നമ്മളും പോയി ആ ഓർമ്മകൾ ഒപ്പിയെടുക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു അജണ്ട. അപ്പൊ നമ്മൾ ആദ്യത്തെ ഓർമ്മ ഒപ്പാനായിട്ട് അനന്തന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഒന്നാക്കിയാണ് ആയുർവേദ സംഭവങ്ങൾ താളി കേന്ദ്രം. നീലിബംഗാദി അളിയന്റെ സ്ഥിരം ഒരു ഇതായിരുന്നു. നീലിബംഗാദിന്റെ ഒരു കുപ്പി കണ്ടാ പിന്നെ അളിയ ഹാപ്പിയാ അന്നത്തെ ദിവസം. പിന്നെ ഹാപ്പി പിന്നെ അതും പിടിച്ചോണ്ട് കിടക്കും ഇരിപ്പും കൂത്തിടക്ക. പിന്നെ ആര്യവൈദ്യശാലയിലെ വേറെ അളിയൻ അളിയൻ പിന്നെ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണെങ്കിൽ ഇത് വാങ്ങണ ടൈപ്പാ. അങ്ങനെ മാക്സിമം ഇതൊക്കെ കാണുമ്പോ നമ്മുടെ മനസ്സിലാ ആ ഒരു വലിയ വികാരം. അതെ, ബച്ചേട്ടൻ അളിയന്റെ നമ്പർ 1 ഫാനായിരുന്നു ബച്ചേട്ടൻ. ബച്ചേട്ടന്റെ അകത്ത് അളിയനെന്നും ഒരു എപ്പോഴും പറയുന്നു ബച്ചേട്ടന്റെ ഒരു കാലം. ഗായ്സ്, ഇതാണ് ഏറ്റവും വികാരിതമായ നിമിഷം. സത്യം. ഹരിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ അരിച്ചാക്ക്. ഹരീനെ തന്നെയാണ് ഇത് കണ്ടോണ്ടിരുന്ന. ഓരോ അരിമണിയിലും ഹരീന്റെ പേരെഴുതി വെച്ചതായാണ് നമുക്ക് ഓർക്കാൻ കഴിയുന്നത്. ഇമോഷണൽ മൊമെന്റ്. അരിച്ചാക്കെന്ന് തന്നെയാണ് നമ്മ ഹരീനെ വിളിച്ചോണ്ടിരുന്നത്. ആത്മബന്ധമായിരുന്നു ഹരിയും ചാക്കും തമ്മില്. നമ്മളപ്പോ ഇതിന്നൊരു ചാക്ക് എടുക്കാൻ പോണേ. നമുക്ക് ഹരി നാട്ടുകാരി തല്ലിച്ചതച്ച് ചത്തോണ്ട് നമുക്ക് എല്ലാം ഒന്നും കിട്ടിയില്ല. നമ്മൾ ഇതിന്ന് ഒരു അരി എടുത്താണ് നമ്മൾ ഒഴുക്കാൻ പോണത്. ഗംഗയിൽ ഒഴുക്കാനുള്ള പ്ലാനാണ്. പാലക്കാടൻ ഉണ്ടമട്ട അരി. ഇത് തന്നെയായിരുന്നു ഹരിയുടെ ഏറ്റവും അരിയോടും ഒക്കെ ആയിരിക്കും പണ്ടേ ഒരു കമ്പമായിരുന്നു. അത് പറഞ്ഞപ്പോഴാ പിന്നെ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഒരാൾ മിസ്സിങ് ആയിട്ടുണ്ട്. അതെ. അപ്പോ അഭിജിത്ത് എന്നാണ് പേര്. അപ്പൊ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. അഭിജിത്തിന്റെ തിരോധാനം. ഇപ്പൊ 3 പേരാണ് ഇപ്പൊ നമ്മളിന്ന് വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ആളുടെ ബോഡി അല്ല, അങ്ങനല്ല, സംഭവം കണ്ടു കിട്ടിയിട്ടില്ല. മിസ്സിംഗ് ആണ്, മാൻ മിസ്സിംഗ്. എടാ, ഹരിയുടെ ഫേവറേറ്റ്. അയ്യോ, ഹരിയുടെ ഫേവറേറ്റ് ഫുഡ് ആയിരുന്നത്. ഹരിക്കുട്ടൻ ഡെയിലി രാവിലെ പാലിലിട്ട് കുടിക്കുന്ന സാധനമാണത്. ഇത് ഫേവറേറ്റ് സ്നാക്ക്. അതെ, അരക്കണ മറ്റേ നാട്ടുവൈദ്യങ്ങൾ അരക്കാൻ ഉപയോഗിക്കണ സാധനം. അശ്വഗന്ധാദി തൈലവും എല്ലാം ഇതിലായിരുന്നു ഇങ്ങനെ അമർത്തി ഉണ്ടായിക്കൊണ്ടിരുന്ന. മുറുക്കാനും എല്ലാം ഇതിലായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ ഇതൊരെണ്ണം വാങ്ങിച്ച് ഹോസ്റ്റലിൽ ഷോക്കേസിൽ വെക്കാന്ന് വിചാരിക്കണം. അവന്റെ ഓർമ്മയായോണ്ട് നമ്മൾ കാശൊന്നും നോക്കണില്ല. അപ്പൊ ഗൈസ്, ഇതായിരുന്നു ഗൈസ് ഹരിയുടെ ഫേവറേറ്റ് കൂൾ ഡ്രിങ്ക്. ചൂടുകാലവും എക്സാം ഒക്കെ ആവുമ്പോ ഹരി ഇത് വാങ്ങും. ഹരി അത് വാങ്ങിച്ച് അടിക്കും. ഓരോ ഗ്ലാസ്സിൽ ഇങ്ങനെ നമുക്കൊക്കെ വെച്ച് നീട്ടും. നമ്മ വേണ്ടെന്ന് പറഞ്ഞാൽ ഹരി നിർബന്ധിച്ച് തരും. അത് ഫേവറേറ്റ് ഡ്രിങ്ക് ആയിരുന്നു ഹരിയുടെ. വയറിനൊക്കെ നല്ലതാണെന്നാണ് ഹരിന്റെ വിശ്വാസം. ഹരി കുളിക്കുമ്പോ ബ്രഷ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. ഈ ഓർമ്മകളൊക്കെ നമ്മളിങ്ങനെ അലയടിക്കണേണ് അവനെ പറ്റി ഓരോന്ന് നോക്കുമ്പോ. സഹിക്കാൻ പറ്റണില്ല. ഈ കക്കൂസയ്ക്ക് കാണുമ്പോഴും ഹാപ്പിക്ക് കാണുമ്പോഴും അങ്ങനെ നമ്മള് ഹരിക്കും തന്തക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ബർഗർ കഴിക്കാൻ വന്നാക്കിയ ബർഗറല്ല, ബണ്ണ്. അങ്ങനെ ഇരുന്ന് ബണ്ണെന്നാണ് തന്ത പറഞ്ഞിരുന്ന. ഹരി പറഞ്ഞിരുന്നത് ബർഗർ ബർഗർ ബർഗർ. സംഭവം ഒരു ശുദ്ധ മനസ്കരാ രണ്ടുപേരും. ഡോമിനോസിലെ അപ്പം, ബർഗർ കിങ്ങിലെ ബണ്ണ്. അപ്പൊ നമ്മൾ അവരുടെ ഓർമ്മകളായവർക്കാൻ വേണ്ടിയാ നമ്മ ഇന്ന് ബർഗർ കഴിക്കണം. നമുക്ക് താല്പര്യമില്ല, എന്നല്ല നമ്മൾ ബർഗർ അവർക്ക് വേണ്ടി കഴിക്കണം. അവർക്ക് വേണ്ടി. ഇനി ഞങ്ങളുടെ ജീവിതം അവർക്ക് വേണ്ടി. അപ്പൊ ബർഗർ വന്നു. അപ്പൊ നമ്മള് തന്തനെ മനസ്സിൽ ജനിച്ച് കഴിക്കാൻ പോണേ. ഇതൊക്കെ നമ്മുടെ തന്തയുടെ ഏറ്റവും ഫേവറേറ്റ് ബുക്സ് ആയിരുന്നു.
മുടി കൊഴിച്ചിലിന്റെ 5 ലക്ഷണങ്ങൾ അങ്ങനെ എന്തായിരുന്നു അങ്ങനെ എന്താണ് അങ്ങനെന്താണ് നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ അവര് പറഞ്ഞു കൊടുത്തു ഇത് ആ ബുക്ക് അല്ലാന്ന്. പക്ഷെ ഇപ്പോഴും തവക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പല കുസൃതികളും നമ്മൾ ആയിരുന്നു. അപ്പൊ നമ്മുടെ തന്ത വേസ്റ്റ് കൊണ്ടാ കൊടുത്തിരുന്ന സ്ഥലം വീട്ടിലെ വേസ്റ്റും എല്ലാം എടുത്തോണ്ടൊരു ബാഗിലാക്കി അങ്ങ് ഇവിടെ ഇങ്ങോട്ട് കൊടുക്കുമായിരുന്നു. ഇവിടെ വേസ്റ്റ് കൊടുക്കും അങ്ങ് പോവും. അങ്ങനെയായിരുന്നു. എവിടെയൊക്കെ ഉടായ്പ കാണാൻ പറ്റുമോ അതൊക്കെയാണ് എന്റെ ഒരു ചിന്താഗതിയിലുണ്ടായിരുന്നു. അപ്പൊ വേസ്റ്റ് ഒക്കെ വീട്ടിൽ കൂടുതലുള്ളവർ ഇവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. അതെ, ഇവർ ഇരുകൈകൾ നീട്ടി സ്വീകരിച്ചോളും.